ഹലോ ഗൈസ്, ഇന്ന് നമുക്കില്ലേ നല്ലൊരു മലായ് ബോട്ടി പിസ്സ ഉണ്ടാക്കിയാലോ. ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള പിസ്സ ഇതായിരിക്കും. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് മൈദ നമുക്ക് ഏതിലാണോ കുഴച്ചെടുക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/4 കപ്പ് പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. 2 കപ്പ് മൈദക്ക് ഇളം ചൂടുള്ള പാലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് പാൽ നമുക്ക് ഈ ഒരു മാവിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഓട്ടോമാറ്റിക്കലി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട്, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 1/4 കപ്പും കൂടി പാൽ ഒഴിച്ചിട്ട് വീണ്ടും ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡോ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ കണ്ട നമ്മുടെ ഡോൻ്റെ ആ ഒരു ടെക്സ്ചർ ഇതുപോലെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതൊന്നും കൂടി നമുക്ക് കൈവച്ചിട്ട് ഒരു ബോൾട്ട് ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ നമുക്കിത് പെർമെൻറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പെർമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഈ ഒരു മാവിൻ്റെ മേലയിലൊന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു മാവിൻ്റെ മുകളിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ ഒരു സമയമാകുമ്പം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. എല്ലില്ലാത്ത ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതാ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തു, ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കുക. അപ്പോൾ ഒരിക്കലും മീഡിയമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇടരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് എരിവാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. പൊടികളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കന് നന്നായിട്ട് കുക്കാവും ചെയ്യണം, ഫ്രൈ ആവും ചെയ്യണം കേട്ടോ. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടും നല്ലൊരു ടെക്സ്ചറായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ വെന്തിനോ നോക്കാൻ ഇതുപോലെ നമ്മൾ ഇളക്കുന്ന സ്പൂൺ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതിയാകും. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ളൊരു സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറാണ്. 1/4 ടീസ്പൂൺ ഓണിയൻ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മയോണൈസിൽ ഓൾറെഡി ഉപ്പുണ്ട്, എന്നാലും കുറച്ച് ഉപ്പും കൂടി 1 നുള്ളോളം ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുത്തതിന് ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡോ ഇവിടെ ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതാ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ എടുക്കുന്ന പിസ്സ പാനിനനുസരിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നമുക്കിതൊരു മീഡിയം പിസ്സക്കും ലാർജ് പിസ്സക്കും ഉള്ള മാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടിയിട്ട് കുറച്ച് തടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പിസ്സ ഉണ്ടാക്കാം ഈ ഒരു മാവിൽ. ഞാനിപ്പോൾ ഒറ്റൊരു പിസ്സ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് പൊന്തി വരാണ്ടിരിക്കാൻ ഇതാ ഫോർക്ക് വെച്ചിട്ട് ഈ ഒരു മാവിൻ്റെ മേലിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിസ്സ പാനിൽ ഈ ഒരു മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഈ ഒരു മാവിൻ്റെ മേലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പിസ്സ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിസ്സ സോസ് കൂടുതൽ വേണ്ട, 1 ടീസ്പൂൺ മതിയാകും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഈ ഒരു മാവിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒരു 2-3 പിടിയോളം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ചീസ് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനും ഫുള്ളായിട്ട് തന്നെ എല്ലായിടത്തും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഉള്ളിൻ്റെ പകുതി ഇതുപോലെ നേർങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒലിവ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഇവിടെ ആയിരിക്കും ഒലിവ്സ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒലിവ് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സോസ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ മേലിൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും നമുക്ക് നമ്മുടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചീസ് എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ല ചീസി ആയിട്ട് കിട്ടും. അപ്പോൾ ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ നല്ലോണം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2-3 നുള്ള് നമ്മുടെ ഒറിഗാനോവും കൂടി ഇതിൻ്റെ മേലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170യിൽ ഒരു 15 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മലായി ബോട്ടി പിസ്സ ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിസ്സൻ്റെ പിന്നെ പറയണ്ടല്ലോ, ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴായിരിക്കും ചീസൊക്കെ നന്നായിട്ട് വെളിയാൻ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു കട്ടർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ചീസി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫ്ലേവറാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.